എങ്ങനെയുണ്ട് ആറ്റിങ്ങലിൻ്റെ ഒരു സ്ഥിതി? ആറ്റിങ്ങൽ പൊതുവെ വ്യത്യസ്തമായ ഒരു ഇതാണ്. ബി ജെ പിക്ക് വലിയ വേരോട്ടം നടത്താൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല. വിതുര പഞ്ചായത്തൊക്കെ നോക്കുകയാണെങ്കിൽ പൊതുവെ LDF വേരോട്ടമുള്ള ഒരു പഞ്ചായത്താണ്. അപ്പോൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിലും പലതരത്തിലുള്ള കാഴ്ചപ്പാടുള്ള മണ്ഡലമാണ്. അപ്പം നമുക്ക് രണ്ട് LDF UDF ഒരുപോലെ സാധ്യത പറയാൻ പറ്റുന്ന ഒരു മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ. നല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നു അല്ലേ? അവിടെയും BJP സ്കോപ്പ് കാണുന്നില്ല എന്ന് പറയുന്ന പുതിയ വോട്ടർമാർ, ചെറുപ്പക്കാരെ, കുട്ടികളെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്താണ് യഥാർത്ഥത്തിൽ ഒരു വോട്ട് ചെയ്യുമ്പോൾ? നമ്മൾ ഈ രാജ്യത്തെക്കുറിച്ചുള്ള പലവിധ ആശങ്കകൾ ഈ രണ്ട് നേതാക്കളും പങ്കുവച്ചു. അപ്പോൾ ഒരു വോട്ടർ എന്നുള്ള നിലയിലെ മനസ്സിലെ ഒരു സങ്കല്പവും ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ മനസ്സിൽ കരുതുന്നതും എന്താവും? പൊതുവേ എൻ്റെ ഒരു കാഴ്ചപ്പാടിലും മുൻപ് നടത്തിയ ഭരണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഞാൻ ഒരു വിലയിരുത്തുന്നത്. എന്ന് വെച്ചാൽ മോദി സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെ വിലയിരുത്തുമ്പോൾ അതിനകത്ത് വളരെ പോസിറ്റീവായിട്ടാണോ തോന്നുന്നതോ അതോ എതിർക്കപ്പെടേണ്ട ഘടകങ്ങൾ തോന്നാറുണ്ടോ? തീർച്ചയായും എതിർക്കപ്പെടേണ്ട ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ മോദി സർക്കാരിന് ഇപ്പം ബദൽ വയ്ക്കാൻ വേറൊരു ഭരണം കൊണ്ട് ഇപ്പോൾ കോൺഗ്രസിനെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനുള്ള ശക്തി കോൺഗ്രസിന് ഒരുപക്ഷെ ഭരണത്തിൽ വന്നാൽ പോലും മന്ത്രിസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു പോകില്ലെന്ന് എന്ത് ഉറപ്പ് നൽകാൻ കഴിയും? ഒന്നത്. രണ്ട്, കോൺഗ്രസിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു അധികാരത്തിലൊരു പ്രധാനമന്ത്രിയൊക്കെ ആകാൻ കഴിയുന്നത്ര സീറ്റുകളിൽ വിജയിക്കാനാവും രാജ്യത്തെന്ന് ആനന്ദിന് എത്രമാത്രം തോന്നുന്നുണ്ട്? ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല.